ശൈലജ ടീച്ചറുടെ തോൽവിക്ക് രമ ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ ശ്രദ്ധേയമായ ഒരുപാട് സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വടകരയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പിൽ വിജയിച്ചപ്പോൾ അതിനെ തുടർന്നാണ് രമ ഈ പോസ്റ്റിട്ടത്. ആ പോസ്റ്റിൽ മനോഹരമായി അവരുടെ രാഷ്ട്രീയവും നിലപാടുകളും മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഭാവങ്ങളും ഒപ്പം കൃത്യമായ മുനവച്ച വാക്കുകളുമൊക്കെ ഉള്ളിലുണ്ടതിൽ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലമായിരുന്നു വടകര. വടകരയിൽ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒട്ടും ഗുണകരമായിരുന്നതല്ല. എന്നാൽ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിലെ റിസൾട്ട് വന്നതിന് ശേഷം നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ഒരു മനുഷ്യൻ വെയിലും ചൂടും മഴയും കൊണ്ട് ഓടിയതിന് ഒരു പരിഹാരമെന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടതെങ്കിൽ ആ വരവ് ഗുണകരമായി. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിന് അത് ഗുണകരമായില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഒരുപക്ഷെ അടുത്ത UDF സർക്കാർ വന്നാൽ ഉറപ്പായും മന്ത്രിയാകേണ്ട ഒരാളാണ് ഷാഫി പറമ്പിൽ. ഇപ്പോൾ ധാരാളം MP-മാരിൽ ഒരാളാണ്. പിന്നെ ആകെയുള്ള വ്യത്യാസം, നേരത്തെ പോലെ അവഗണിക്കപ്പെടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷ പ്രതിപക്ഷമല്ല ഇതുവരെ കണക്കുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രചരണം കത്തിപ്പടർന്നപ്പോൾ വർഗീയത ആളിക്കത്തിച്ചു വടകരയിൽ. ഒരു കാഫർ ഷോട്ടെടുത്ത് അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പടർത്തി വല്ലാതെ ജാതീയത അതിലുണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പ്രതിയായി ഷാഫി പറമ്പിലിനെ മാറ്റി. സഖാവ് A. റഹീമിനെ പോലെയുള്ളവരെ അവിടെ വിട്ട് ഷാഫിയെ സുഡാപ്പി മുദ്ര കുത്താൻ അയച്ചു. അദ്ദേഹം അത് ഭംഗിയായി ദൗത്യം നിർവഹിച്ചു മടങ്ങി. ഈ കാഫിർ പ്രയോഗത്തിൻ്റെ ഷോട്ട് എവിടെയാണ് ഇട്ടതെന്നുള്ളത് പ്രതി ആരാണെന്നും ഇന്നുവരെ മിടുക്കരായ കേരള പോലീസിന് കണ്ടെത്താനായില്ല. ആ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതി പോലീസിനോട് അന്വേഷണ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് വടകരയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രത്യേകത കത്തി നിൽക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെക്കുറിച്ച് പലതും കണ്ട് മിണ്ടാതിരിക്കുന്ന ദീപാ നിശാന്തിനെ പോലെയുള്ളവർ വളരെ കണ്ണ് നിറഞ്ഞ് പലതും എഴുതിയിരുന്നു. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് വളരെ നിർണായകമായ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചത്. അതിനെ തുടർന്നാണ് KK രമ MLA ഈ പോസ്റ്റ്. ചിരി മായാതെ മടങ്ങൂ ടീച്ചർ. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരി മായാത്ത മുഖം ബാക്കി വെക്കണം. മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ ചിരി മായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളുപിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത്. ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല. ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരാൻ ഈ നാട് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാണ് മനോഹരമായ ഭാഷയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുനവെച്ചും മുള്ളുവെച്ചും പറയേണ്ടത് പറഞ്ഞ് ശൈലജ ടീച്ചറെ യാത്രയാക്കിയ പോസ്റ്റ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു.